ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പച്ചക്കറി കൃഷിക്കുള്ള ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. ആദ്യമായി നിറയ്ക്കാനുള്ള പാത്രം എടുത്തിട്ട് കുറച്ച് കരിയില ഏറ്റവും താഴെയായി വിരിച്ചു കൊടുക്കുക. അതിന് മേലേക്ക് മധ്യഭാഗത്തായിട്ടൊരു 4 ഇഞ്ച് PVC പൈപ്പ് വെക്കുക. അതിന് ചുറ്റുപാടുമായി നമ്മുടെ കൈവശമുള്ള കരിയില നിറച്ചു കൊടുക്കണം. പച്ചയിലകൾ ഉണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പച്ചിലയൊന്നും ഇല്ലാത്തതുകൊണ്ട് കരിയില മാത്രമാണ് കൊടുക്കുന്നത്. നന്നായി തിക്കി നിറച്ച് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ നനയ്ക്കലിന് ശേഷം ഈ മിക്സ് നന്നായിട്ട് കുറഞ്ഞു വരും. അതുകൊണ്ട് കൈ വെച്ച് പ്രസ് ചെയ്ത് തന്നെ നിറച്ചു കൊടുക്കുക. പാത്രം മുക്കാൽ ഭാഗമായാൽ PVC പൈപ്പിലേക്ക് മണ്ണ് നിറച്ചു കൊടുക്കണം. ഈ മണ്ണ് 2 ദിവസം ഡോളോമൈറ്റ് ഇട്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ് വെർമി കമ്പോസ്റ്റും ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറും എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇത് പൈപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. പോഷക സമ്പുഷ്ടമായ പോട്ടിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് തൈ നേരിട്ട് നട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മണ്ണ് മാത്രമേ നമുക്ക് ഈ രീതിയിലേക്ക് ആവശ്യമായി വരുന്നുള്ളൂ. എന്നാലോ ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ലഭിക്കത്തക്ക വിധമാണ് നമ്മൾ ഈ മിക്സ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റി വെക്കാവുന്ന തരത്തിൽ ലൈറ്റ് വെയിറ്റ് ആണ് എന്നുള്ളത് മറ്റൊരു പ്രയോജനമാണ്. ചെടിയുടെ ലൈഫ് ടൈമിൽ നമുക്ക് ഇനി പുറമേക്ക് മറ്റു വളങ്ങളൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എൻ്റെ കയ്യിൽ കാടിവെള്ളവും കഞ്ഞിവെള്ളവും എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട്. അത് ഞാൻ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇനി മാസത്തിൽ 1-2 തവണ ഫിഷ് അമിനോ ആസിഡും നേർപ്പിച്ച് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത്ര മാത്രമാണ് ഞാൻ ആകെ ചെയ്ത് കൊടുക്കാറുള്ളത്. എനിക്ക് നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിറയെ വിളവ് ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പോട്ടി മിക്സ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് വിളവ് ധാരാളമായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്